ഹലോ എവ്രി വൺ, വെൽക്കം ടു കാറെക്സ്. നമ്മുടെ ചാനലിൽ നമ്മൾ ഇതുവരെ ഇട്ടേക്കുന്ന വെഹിക്കിൾ റിവ്യൂസും കാര്യങ്ങളുമാണല്ലോ. അപ്പൊ അത് മാത്രമല്ല നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്, വാഹന സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചേർത്തിണക്കി നമ്മൾ ഒരു ചാനലിനകത്ത് നമ്മുടെ വീഡിയോസ് വരും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ഒരു സെഗ്മെന്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് അണ്ടർ 7 lakhs, അതായത് ഒരു 7 lakhs വരെയുള്ള കാഴ്സിന്റെ ഓൺ റോഡ് പ്രൈസ് നമ്മൾ പറയുകയാണ്. 7 to 10, 10 to 15, 15 to 20, അങ്ങനെ നമ്മൾ ഓരോ പ്രൈസ് റേഞ്ച് പറയും. ഇന്നിപ്പോ നമ്മൾ പറയുന്നത് 7 lakhs ആണ്. അതായത് 7 lakh ഓൺ റോഡ് വരുന്ന പ്രൈസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ആദ്യമേ തന്നെ നമുക്ക് പറയാവുന്ന ആദ്യത്തെ ബ്രാൻഡ് നമുക്ക് മാരുതി സുസുക്കിയാണ്. മാരുതി സുസുക്കിയിൽ നമുക്ക് ആദ്യം വരുന്നത് ഓൾട്ടോയാണ്. ഓൾട്ടോയുടെ LXi, VXi, VXi പ്ലസ്, VXi തന്നെ AGS, അതായത് ഓട്ടോമാറ്റഡ് ഗിയർ ഷിഫ്റ്റ്, ഓട്ടോമാറ്റിക് വരുന്നത്. അപ്പം ഈ 4 വേരിയന്റ് നമുക്ക് വരുന്നുണ്ട് 7 lakhs ബജറ്റിന് താഴെ. LXi വരുമ്പോഴത്തേക്കും ഓൺ റോഡ് വരുന്നത് 5,66,015 രൂപയാണ്. പിന്നെ VXi വരുമ്പോഴത്തേക്കും 6,07,001. പിന്നെ VXi പ്ലസ് വരുമ്പോഴത്തേന് 6,41,148. പിന്നെ VXi ഞാൻ പറഞ്ഞ AGS, അതായത് ഓട്ടോമാറ്റിക്, അത് വരുമ്പോഴത്തേക്കിനും 6,71,766 രൂപയാണ്. അതാണ് ആൾട്ടോ. അത് തന്നെ അല്ല, ആൾട്ടോ K10 ആണ്. നേരത്തെ ആൾട്ടോ 800 എന്ന് പറയുന്ന മോഡൽ ഉണ്ട്, അതിപ്പോ ഇല്ല. ഇത് K10 ആണ്. K10 എന്ന് പറയുന്നത് 1000cc. പിന്നെ നമുക്ക് മാരുതി തന്നെ വരുന്നത് സെലീറിയാണ്. സെലീറി വരുമ്പോഴത്തേക്കിനും LXi, അതും 1 ലിറ്റർ എഞ്ചിൻ തന്നെയാണ് വരുന്നത്. LXi വരുമ്പോഴത്തേക്കിനും 6,39,247 രൂപയാണ് വരുന്നത്. അതിന്റെ തന്നെ VXi വരുന്നുണ്ട്. VXi വരുമ്പോഴത്തേക്കിനും 6,94,260 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് സെലീറിയുടെ. പിന്നെ നമുക്ക് മാരുതിയുടെ ഈക്കോ എന്ന് പറയുന്ന മോഡലുണ്ട്. അതായത് ഒരു വാൻ പോലെ വരുന്നത്, നമ്മുടെ അത് കൊമേഴ്ഷ്യൽ കൊണ്ട് അല്ലാതെ ഉണ്ട്. അതിന്റെ ഈക്കോ എന്ന് പറയുന്നത് നമ്മുടെ പാസഞ്ചർ വരുന്നുണ്ട്, 5 സീറ്റർ AC. അതിന്റെ ഒരു മോഡൽ വരുമ്പോൾ ഓൺ റോഡ് വരുമ്പോഴത്തേനും 6,77,967 രൂപയാണ് അതിന്റെ ഓൺ റോഡ് പ്രൈസ്. പിന്നെ മാരുതി എക്സ്പ്രസോ വരുന്നുണ്ട്. മാരുതി എക്സ്പ്രസോ വരുമ്പോഴത്തേന് LXi, അതും 1 ലിറ്റർ എഞ്ചിൻ തന്നെയാണ്. 5,98,693 ആണ് LXi വരുമ്പോൾ. VXi വരുമ്പോഴത്തേന് 6,22,123 രൂപ. VXi പ്ലസ് വരുന്നുണ്ട്. VXi പ്ലസ് വരുമ്പോഴത്തേന് 6,56,087 രൂപ. അതിൽ തന്നെ VXi AGS, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക്, അത് വരുമ്പോഴത്തേന് 6,86,530. ഈ AGS എന്ന് ഉദ്ദേശിക്കുന്ന ഓട്ടോമേറ്റഡ് ഗിയർ ഷിഫ്റ്റ്, അതായത് നമ്മുടെ AMT മോഡൽ, അതിന് മാരുതി വിളിക്കുന്നത് AGS എന്നുള്ള പേരിലാണ്. പിന്നെ നമുക്ക് ഇഗ്നിസ് വരുന്നുണ്ട്. ഇഗ്നിസിന്റെ സിഗ്മ എന്ന് പറയുന്ന ബേസ് വേരിയന്റ് വരുന്നുണ്ട്. അത് 6,93,565 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. പിന്നെ ഈ പ്രൈസിലൊക്കെ നമുക്ക് ചെറിയ വേരിയേഷൻസ് ഒക്കെ വരും. ഇതൊക്കെ ചെറിയ വേരിയേഷൻ, കാരണം ഈ നമ്മുടെ ഓരോ മന്ത് വരുന്നതനുസരിച്ച് ഇവരുടെ ഓഫറും കാര്യങ്ങളൊക്കെ മാറുന്നതനുസരിച്ച് ആക്യുറേറ്റ് ആണെന്ന് വിചാരിക്കരുത്. അപ്പൊ അത് ഞാൻ എസ്പെഷ്യലി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് വാഗനാർ വരുന്നുണ്ട്. വാഗനാർ 1 ലിറ്റർ ഉണ്ട്, 1.2 ലിറ്റർ ഉണ്ട്. പക്ഷെ 1 ലിറ്റർ ആണ് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത്. 1.2 ലിറ്റർ മേളിലോട്ട് ഒത്തിരി 7 ലക്ഷത്തിലൊക്കെ മേളിലോട്ട് പോകും. അപ്പൊ 1 ലിറ്റർ വരുമ്പോഴത്തേന് LXi ആണെങ്കിൽ 6,60,778. പിന്നെ 1 ലിറ്ററിന്റെ VXi വരുന്നുണ്ട്. അത് 7,13,494. ഒരു 13,000 രൂപ കൂടുതലേ വരുന്നുള്ളൂ. അതുകൊണ്ട് ഞാനിത് 7,13,494 VXi കിട്ടും നമുക്ക് 1 ലിറ്റർ എഞ്ചിൻ വാഗനാർ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു താല്പര്യമുള്ള മോഡൽ ആയിരിക്കുമല്ലോ സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. എല്ലാ ജനപ്രിയ മോഡലാണല്ലോ സ്വിഫ്റ്റ് എക്കാലത്തും. അപ്പം അതുകൊണ്ട് ഞാൻ സ്വിഫ്റ്റിന്റെയും കൂടെ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്. ചെറിയ ഒരു പ്രൈസ് വേരിയേഷനെ വരുന്നുള്ളൂ. LXi സ്വിഫ്റ്റ് 1.2 ലിറ്റർ വരുമ്പോൾ ഓൺ റോഡ് 7,20,605, 20,000 രൂപയുടെ ഒരു പ്രൈസ് റേഞ്ച് എക്സ്ട്രാ വരുന്നുണ്ട്. പക്ഷേ എങ്കിലും ചെറിയ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടുമെന്ന് ഞാനിങ്ങനെ അറിഞ്ഞു. അപ്പം അത് നോക്കുക നിങ്ങൾ. അപ്പൊ ഞാൻ പിന്നെ അത് ഇങ്ങനെ ആഡ് ചെയ്തതേ ഉള്ളൂ. 20,000 രൂപയുടെ ഒരു വ്യത്യാസമല്ലേ വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതിനകത്ത് ടൂർ മോഡൽസ് വരുന്നുണ്ട്. അതായത് ഇപ്പൊ ടാക്സി സെഗ്മെന്റ് ഒക്കെ ആളുകൾ, നമുക്ക് ബിസിനസ് പർപ്പസ് ആയിട്ടൊക്കെ ആളുകൾ നോക്കുന്നവർക്ക് അതിന്റെ ഒരു ഡീറ്റെയിൽസ് നമുക്കൊരു 3 മോഡൽസ് അതിനകത്ത് വരുന്നുണ്ട്. അതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാല് ടൂർ എന്നാണ് അവർ മാരുതി അതിനെ വിളിക്കുന്നത്. ടൂർ H1 എന്ന് പറയുന്നത്, അത് H1 എന്ന് ഉദ്ദേശിക്കുന്നത് ഹാച്ച് ബാക്ക്, അതായത് ആൾട്ടോ ആണ് ഈ H1 എന്ന് ഉദ്ദേശിക്കുന്നത്. ആൾട്ടോയുടെ ടാക്സി സീരീസ് വരുമ്പോൾ H1 1 ലിറ്റർ വരുന്നത് 5,48,735 രൂപയാണ്. ആ ആൾട്ടോ തന്നെ CNG വേരിയന്റും വരുന്നുണ്ട്. CNG വരുമ്പോഴത്തേക്കിനും 6,47,861 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. പിന്നെ ഈക്കോ ഉണ്ട്, അതും ടൂർ സീരീസ് ആണ്. ടൂർ സീരീസിൽ ഈക്കോ വരുന്നത് 5 സീറ്റർ AC 1.2 ലിറ്റർ വരുന്നത് 6,38,428 ആണ്. പിന്നെ വാഗനാറിന്റെ ടൂർ സീരീസ് വരുന്നുണ്ട്. അത് H3 എന്ന് പറയും, 1 ലിറ്റർ.
അത് വന്നിട്ട് 6,26,159 രൂപ. പിന്നെ നമുക്ക് ഇനിയിപ്പം മാരുതിയുടെ എല്ലാം കഴിഞ്ഞ് മാരുതിക്ക് നമുക്ക് ഓൾമോസ്റ്റ് ഈ ടൂർ മോഡൽസ് ഒഴികെ 7 മോഡൽസ് നമുക്ക് ഈ ഒരു അണ്ടർ 7 lakhs വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇനിയിപ്പോ നേരെ റെനോൾട്ടിലാണ്. റെനോൾട്ടിന്റെ വെഹിക്കിളിനകത്ത് വരുന്നത് കിഡ് മാത്രമേ വരുന്നുള്ളൂ. കിഡ് വരുമ്പോൾ RXL ഓപ്ഷൻ എന്ന് പറയുന്ന മാനുവൽ ട്രാൻസ്മിഷൻ വരുമ്പോൾ ഓൺ റോഡ് 6,43,813 രൂപയാണ്. പിന്നെ അതിന്റെ തന്നെ RXT വരുന്നുണ്ട്. RXT മാനുവൽ ട്രാൻസ്മിഷന് വരുമ്പോഴത്തേന് 6,97,228 രൂപ. അപ്പം കിഡിന്റെ അത്രയാണ്. അത് റെനോൾട്ടില് നമുക്ക് കിഡ് ആ 2 പേരിന്റെ കിട്ടത്തുള്ളൂ. ഇനിയിപ്പോ നമുക്ക് ടാറ്റ ഉണ്ട്. ടാറ്റയുടെ ടിയാഗോ എന്ന് പറയുന്ന മോഡൽ നമുക്ക് വരും. ടിയാഗോ വന്നിട്ട് XC എന്ന് പറയുന്ന ബേസ് വേരിയന്റ് 6,65,470 രൂപയാണ്. പിന്നെ XT വരുമ്പോഴത്തേക്കിന് 7,12,101 രൂപയാണ് ടിയാഗോയുടെ XT എന്ന് പറയുന്ന വേരിയന്റ്. പിന്നെ പഞ്ച് വരുന്നുണ്ട്. പഞ്ചിന്റെ പ്യുവർ, അതും ബേസ് വേരിയന്റ് ആണ്. 7,12 നമുക്ക് 7,12,101 പഞ്ച് ഓൺ റോഡ് ഇറങ്ങും. ഇതിനകത്തൊക്കെ പ്രൈസ് വേരിയൻസ് വന്നേക്കാം നമുക്ക്. കാരണം ഇതെല്ലാം നമ്മൾ സോഴ്സ് ചെയ്തെടുക്കുന്ന ഇപ്പോഴത്തെ ഒരു റേറ്റും കാര്യങ്ങളുമാണ് ഇതൊക്കെ. അപ്പൊ ചെറിയ ചേഞ്ചസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരാം. പിന്നെ ഇനി നമുക്ക് ഹുണ്ടായിയുടെ ഗ്രാൻഡ് ഐറ്റൻ നിയോസ് വരുന്നുണ്ട്. ഗ്രാൻഡ് ഐറ്റൻ നിയോസ് എറ എന്ന് പറയുന്ന ബേസ് വേരിയന്റ്, അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 7,13,241 രൂപ. അപ്പൊ 7 ലക്ഷം അല്ലെങ്കിൽ 7,20,000 രൂപ വരെ ഓൺ റോഡ് പ്രൈസ് വരുന്ന വെഹിക്കിൾസിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓൾമോസ്റ്റ് 10 വെഹിക്കിൾസ് നമുക്ക് ഈ ഒരു ബജറ്റിൽ കിട്ടും. പിന്നെ നമുക്ക് ഇതിനകത്ത് നിങ്ങൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ വെഹിക്കിൾസ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയാണ്. ഈ സെഗ്മെന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ കമന്റുകൾ വീഡിയോയിൽ ഇടുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.